ആരോഗ്യ സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കലെത്തും. SR ഹെൽത്ത് കെയർ, പുലാക്കോട്. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം, കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ SR ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു. AG പ്രേംകുമാർ, KC വർഗീസ്, ഹേമന്ത് കുമാർ, M വേണുഗോപാൽ, T അനുശ്രീ, K കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ. കൂടാതെ ഫിസിയോതെറാപ്പിയും ENT ഡോക്ടറുടെ സേവനവും ലഭ്യമാണ്. എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും SR ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും. നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം. SR ഹെൽത്ത് കെയർ, പുലാക്കോട്, ചേലക്കര. ഫോൺ 7306 722 808. നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായി പ്രാർത്ഥന. സത്യമായി, ശുദ്ധ സ്നേഹമായി, ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപ കടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. സത്യമായി, ശുദ്ധ സ്നേഹമായി, ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപ കടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഈ യോഗത്തിന് ഔദ്യോഗികമായി സ്വാഗതം പറയുന്നതിന് വേണ്ടി ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ സുദേവൻ പള്ളത്തിനെ ക്ഷണിക്കുന്നു. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ ഇന്നിവിടെ +2 SSLC വിഭാഗത്തിൽ ഉന്നതം വിജയം കൈവരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള വിദ്യാർത്ഥിനികളെ, സഹകാരികളെ, സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഇന്ന് നടക്കാൻ പോകുന്ന പരിപാടി കാലിക്കറ്റ് സിറ്റി ബാങ്കിൻ്റെയും MBR ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന മാസ് കെയർ ചികിത്സാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുലാക്കോട് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടെ നടക്കുന്നത്. അതിനെത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള ഒരു ദൗത്യമാണ് എന്നിൽ അർപ്പിക്കപ്പെട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ തന്നെ വളരെയധികം വൈകി. ഞാൻ നേരെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നിവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് ബഹുമാന്യയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി MK പത്മജ അവർകളാണ്. അവരെ വളരെ ആദരപൂർവ്വം, വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഏറ്റവും ആദരണീയനായ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റുമായിരുന്ന ഏറ്റവും ബഹുമാന്യനായ ശ്രീ E വേണുഗോപാൽ മേനോൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം തോന്നൂർക്കര ബാങ്കിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് പുലാക്കോട് ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ സന്തോഷ് ചെറിയാൻ അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും തലപ്പള്ളി കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ TM കൃഷ്ണൻ അവർകളെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ശ്രീ T ഗോപാലകൃഷ്ണൻ അവരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക്
സ്വാഗതം ചെയ്യുന്നു. ഈ ബാങ്കിൻ്റെ മുൻ ഡയറക്ടർ കൂടിയായിട്ടുള്ള ശ്രീ സി മാധവേട്ടനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാങ്കിൻ്റെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് മെമ്പർ ശ്രീ ടി എ കേശവൻകുട്ടിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദീർഘകാലം ഈ ബാങ്കിൻ്റെ ഡയറക്ടർ സ്ഥാനം അലങ്കരിച്ചിരുന്ന ശ്രീ പി എ അച്ചൻകുഞ്ഞി വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ബാങ്കിൻ്റെ ഡയറക്ടർമാരായ എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എൻ്റെ സഹപ്രവർത്തകരായ മുഴുവൻ ഡയറക്ടർമാരെയും ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 7-ാം വാർഡ് മെമ്പർ ശ്രീ ടി എ കേശവൻകുട്ടി, ശ്രീ ജോൺ ആടുപാറ, ശ്രീ രാമുവേട്ടൻ, മുൻ ഡയറക്ടർമാരായിട്ടുള്ള ശ്രീ അബൂബക്കർ സിദ്ദിഖ്, ശ്രീ ചേലക്കര മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ ടി ഗിരിജൻ, ശ്രീ രതീഷ്, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാടശേഖര കമ്മിറ്റികളുടെ അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ രാമുവേട്ടൻ, ശ്രീ കൃഷ്ണൻകുട്ടി, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ, പിന്നെ ഇതിലൊക്കെ ഉപരി ഇവിടെ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥിനികളെയും എല്ലാവിധ ആശംസകളും, വരും കാലങ്ങളിലും ഇതിലും വലിയ അവാർഡുകളൊക്കെ നേടാനും ജീവിതത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഉന്നതങ്ങളിലെത്താനും അവരെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അവരെ ഉന്നത വിജയം കൈവരിക്കാൻ സഹായിച്ച, അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്തിട്ടുള്ളവരെ ഓരോരുത്തരുടെയും രക്ഷിതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹാരി സുഹൃത്തുക്കളെയും മാധ്യമപ്രവർത്തകരെയും ഈ സംഘം ജീവനക്കാരെയും എല്ലാവരെയും ഈ പരിപാടി ഒരു വൻ വിജയമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ബാങ്ക് പ്രസിഡന്റ് ശ്രീ സന്തോഷ് ചെറിയാനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ബഹുമാനിയായിരിക്കുന്ന ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി MK പത്മജ അവറുകൾ, പ്രിയപ്പെട്ട സംസ്ഥാനത്തെ തന്നെ ഏറ്റവും തലമുതിർന്ന സഹകാരിയിൽ, അതുപോലെ തന്നെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്ന തോന്നൂർക്കര സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന ആദരണീയനായ E വേണുഗോപാല മേനോൻ, ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും ഇപ്പോൾ തലപ്പള്ളി കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെ പ്രസിഡൻറ്റും കൂടിയായിരിക്കുന്ന ഏറ്റവും ബഹുമാനായിരിക്കുന്ന ശ്രീ TN കൃഷ്ണേട്ടൻ, പ്രിയപ്പെട്ട ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തനം കൂടിയായിരിക്കുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ 7-ാം വാർഡ് മെമ്പർ ശ്രീ ടി.എ. കേശവൻകുട്ടി, ഇവിടെ നമ്മുടെ ബാങ്കിൻ്റെ മുൻ ഭരണസമിതി അംഗങ്ങൾ, ഏറ്റവും ആദ്യകാല ഭരണസമിതി അംഗങ്ങളിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ശ്രീ മാധവേട്ടൻ, പ്രിയപ്പെട്ട അച്ചൻകുഞ്ഞേട്ടൻ, ശ്രീ ജോൺ ആടുപാറ, ശ്രീ ഗിരിജേട്ടൻ, അതുപോലെ തന്നെ ഏറ്റവും ബഹുമാനരായിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്ന ഭരണസമിതി അംഗങ്ങൾ, ബാങ്കിൻ്റെ സെക്രട്ടറി ഇൻചാർജ്, അതുപോലെ ബാങ്ക് ജീവനക്കാർ, പാടശേഖര സമിതിയിലെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായിരിക്കുന്ന ശ്രീ ഊരമ്പത്ത് രാമേന്ദ്രേട്ടൻ, വടക്കേക്കര കൃഷ്ണൻകുട്ടി, പ്രിയപ്പെട്ട പാലത്തിങ്കൽ കുമാരേട്ടൻ, അതുപോലെ തന്നെ മുൻ ഭരണസമിതി അംഗം ശ്രീമതി സരസ്വതി ചേച്ചി, അതുപോലെ ഈ പ്രദേശവും ഈ ബാങ്കുമായി ഏറെ അഭേദ്യമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് എല്ലാവിധത്തിലും കൈത്താങ്ങുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹകാരി സുഹൃത്തുക്കൾ, ഏറ്റവും സീനിയറായിരിക്കുന്ന
ഈ ബാങ്കിൻ്റെ അഭ്യുദയകാംക്ഷികളായിരിക്കുന്ന മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ വളരെ നേരത്തെ തന്നെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിമാരായിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, ഇത് ഈ സംരംഭത്തെ വളരെ സൗകര്യവും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, ഏവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന സന്തോഷ് ചെറിയാൻ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആദരണീയനായ നമ്മുടെ ഈ വേണുഗോപാല മേനോൻ അവർകൾ, ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ 21-ാം വാർഡ് മെമ്പർ ഗോപാലകൃഷ്ണൻ, കൃഷ്ണേട്ടൻ, മാധവേട്ടൻ, നമുക്ക് സ്വാഗതം പറഞ്ഞ സുദേവേട്ടൻ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അതിനേക്കാൾ ഉപരി പ്രിയപ്പെട്ട കുട്ടികളെ, മാധ്യമപ്രവർത്തകരെ, ഏറെ നല്ല ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ +2-നും SSLC-ക്കും ഫുൾ A+ഉം അതുപോലെ തന്നെ ഉന്നത വിജയവും കൈവരിച്ച കുട്ടികളെ ആദരിക്കുക എന്നുള്ളത് ഇപ്പോൾ എല്ലായിടത്തും നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ ആദരിക്കുന്നുള്ള വേദികളുണ്ട്. ആദ്യം തന്നെ ഉന്നത വിജയം നേടിയ മുഴുവൻ കുട്ടികളെയും ഇവിടെ ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉന്നത നിലവാരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാം, രക്ഷിതാക്കളെല്ലാം അതിനെ നോക്കുകയും പഠനത്തിനാവശ്യമായ വിവിധ തലത്തിലുള്ള സർക്കാരുകളുടെ തലത്തു നിന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് സൗകര്യങ്ങൾ കൂടുതലുണ്ടാകുമ്പോൾ, നമ്മുടെ സന്തോഷ് ചെറിയാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികളെല്ലാം പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വഴിമിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ലഹരി കുട്ടികൾക്ക് എല്ലാം സന്തോഷവും നിറഞ്ഞ് എവിടുന്നൊക്കെ കടം വാങ്ങിച്ചിട്ടാണെങ്കിലും നമ്മൾ അവരുടെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ഉന്നത നിലത്തിൽ അവരെത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കളെല്ലാം തന്നെ കടമായാലും എത്രയൊക്കെ ബുദ്ധിമുട്ടിയാണ് നമ്മളെ വളർത്തി, നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്തി വലുതാക്കി ഒരു സാധാരണ നിലയിലേക്ക് എത്തുമ്പോഴായിരിക്കാം അവരുടെ മാറ്റം സംഭവിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ നിരന്തരം TV-യിലൂടെയും മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ കുട്ടികളും ഒക്കെ തന്നെ വളരെയേറെ ആശങ്കയിലാണ്. ഞങ്ങളെയൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾക്ക് പുസ്തകത്തിന്, അതല്ലെങ്കിൽ വസ്ത്രത്തിന്, ഭക്ഷണത്തിന്, അങ്ങനെയുള്ള എങ്ങനെ അവർ പഠിപ്പിക്കുമെന്നുള്ള ആശങ്കയായിരുന്നു നമ്മുടെ ഒക്കെ കാലത്തുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ
ഒരു സമയം വന്നു കഴിഞ്ഞാൽ അല്ലേ ഒക്കെ അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെങ്കിലും അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും ഒക്കെ അറിഞ്ഞ്, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള വേദികളൊക്കെ തന്നെ നിങ്ങളുടെ നല്ല നല്ല മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് കൂടെ ഉപകരിക്കുന്ന വിധത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ നാടിനും നമ്മുടെ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മളെ സഹായിക്കുന്നവരെ ഓർക്കാനും അവർക്കൊക്കെ അതൊക്കെ ഞങ്ങളെ സഹായിച്ച കുട്ടികളാണ്, അതല്ലെങ്കിൽ അതെൻ്റെ മകളാണ്, ഞാൻ പഠിച്ച ടീച്ചറാണ്, അങ്ങനെ ഓരോന്നും പറയാൻ പറ്റുന്ന വിധത്തിലേക്ക് നമ്മുടെ കുട്ടികൾ മാറണമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം മാസ് കെയർ ക്യാൻസർ പദ്ധതി നമുക്കറിയാം. ഇന്ന് ഏറ്റവും നമ്മളെ കാർന്നു തിന്നുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്നുള്ളത്. അവർക്ക് പണം ഉണ്ടോയെന്നോ അതല്ലെങ്കിൽ സാധാരണക്കാരാണെന്നോ ജാതിയോ മതമോ ഒന്നും അതിന് പ്രശ്നമല്ല. ഏകദേശം നമ്മുടെ ഈ ലാസ്റ്റ് ഘട്ടത്തിലെത്തുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് തന്നെ അറിയുക അല്ലേ. അതൊക്കെ അറിഞ്ഞ് ആ സ്ഥാനത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ കടങ്ങളും ബാധ്യതകളും ഒക്കെ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതും ഒക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ നമ്മളെ തന്നെ ശ്രദ്ധിക്കാതെ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ അപ്പോഴാണ് ലാസ്റ്റ് ഘട്ടം എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഷുറൻസുകളൊക്കെ ആണെങ്കിലും നമുക്കിത് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ അതിൻ്റെ സാധ്യതയെക്കുറിച്ചൊക്കെ നമ്മുടെ ബാങ്കുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കാം. നമുക്കത് ഏറ്റവും ഉതകുന്നതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കുണ്ടാവുമ്പോഴല്ല, തീർച്ചയായിട്ടും ചെറിയ ഒരു എമൗണ്ടൊക്കെ ആണെങ്കിലും നമ്മളത് ചെയ്തുകൊണ്ട് നമ്മുടെ പിന്നീടുള്ള കാലത്തിലേക്ക് നമുക്കത് ഉപകരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനവും കൂടി അതോടൊപ്പം ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരുപാട് ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിയാതെ പോകും. ഇപ്പോൾ ഈ ക്യാമ്പുകളുണ്ടാവാം, മെഡിക്കൽ ക്യാമ്പുകളുണ്ടാവാം, പല വിധത്തിലുള്ള ക്യാമ്പുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മൾ ആ ക്യാമ്പിൽ വെറുതെ പോകുമ്പോൾ ഒന്ന് ചെക്കപ്പ് ചെയ്യണ സമയത്ത് നമുക്കൊരു അസുഖം ഉണ്ടാവില്ല, പക്ഷേ എന്നാലും ക്യാമ്പിൽ വന്നതല്ലേ ഒന്ന് പങ്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടെസ്റ്റിന് നോക്കുമ്പോഴായിരിക്കാം നമുക്ക് ക്യാൻസർ ഉണ്ടെന്ന് അറിയണത്. അതിന് പ്രായമോ ഒന്നും അതിന് ബാധകമല്ല. ചെറിയ കുട്ടിയായാലും വലിയവരായാലും പ്രായമുള്ളവരായാലും ഒക്കെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ അസുഖത്തിലാണ്. അപ്പം അതോടൊപ്പം തന്നെ നമ്മളുടെ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പുലാക്കോട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിൽ സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ബാങ്കിൻ്റെ പരിപാടിക്ക് വരുന്നത്. ഞങ്ങൾക്ക് ഇന്ന് ജില്ലാ DPCയുടെ ഒരു മീറ്റിംഗ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സന്തോഷമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ചിലപ്പോഴാണ് ഉണ്ടാവുള്ളൂ എന്ന്. ഇപ്പോൾ ചില സാങ്കേതിക കാരണങ്ങൾ ആ മീറ്റിംഗ് മാറ്റിവെച്ചു. അപ്പോൾ അതുകൊണ്ടാണ് വന്നത്. എന്തായാലും ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കാനും ഇത്രയും പേരെ ഒരുമിച്ച് കാണാനും കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ എന്നും അതുപോലെ തന്നെ തുടർന്നും അവർക്ക് ഇതുപോലുള്ള വേദികൾ സംഘടിപ്പിക്കാനും അവരെ ഉന്നത വിജയത്തിലെത്താനും അവർക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത് മുഴുവൻ പേർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ മാസ് കെയർ ക്യാൻസർ പദ്ധതി എന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിക്ഷേപ പദ്ധതിയിലെ ആദ്യത്തെ ഇത് പൈസ അടച്ച് രസീത് വാങ്ങുന്നത് കുന്നത്തുശ്ശേരി പുത്തമ്പരിയിൽ ശ്രീമതി സാനി ജോസാണ്. അവരെ ഔപചാരികമായിട്ട് ഈ പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രസിഡന്റ് ഇപ്പോൾ അത് രസീറ്റ് നൽകി സ്വീകരിക്കുന്നതാണ്. സംബോധന ചെയ്ത് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഈ വേണുഗോപാല മേനോനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പുലാക്കോട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ സന്തോഷ് ചെറിയാൻ, ഇവിടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യയായ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി MK പത്മജ, മറ്റ് വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, ഇന്നിവിടെ ആദരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, ഈ ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങൾ, മറ്റ് ജീവനക്കാർ,
ഇവിടെ സന്നിധരായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള ബാങ്ക് അംഗങ്ങൾ, മറ്റ് സുഹൃത്തുക്കളെ, പുലാക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് 2 പ്രധാനപ്പെട്ട പരിപാടികൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. കൂടുതലായി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കുട്ടികളെ ആദരിക്കുന്ന പരിപാടിയുണ്ട്. വേദിയിൽ നിരവധി ബഹുമാന്യ വ്യക്തികൾ സംസാരിക്കാനുണ്ട്. ഏതായാലും ബാങ്ക് ഇന്ന് നടത്തുന്ന ഈ 2 പരിപാടികൾ, ഒന്ന് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്, ഒന്ന് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ നാട് ഇന്ന് ഏറ്റവും പ്രാധാന്യം, ഇന്നല്ല രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽക്ക് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിന് പ്രയോജനകരമായിട്ടുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പുരോഗതിക്കും ഉന്നതിക്കുമൊക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ള 2 കാര്യങ്ങൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഗവൺമെൻറ് സ്വാതന്ത്ര്യലബ്ധിക്ക് മുതൽക്ക് തന്നെ ഈ 2 കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും അതിൻ്റെയൊക്കെ ഭാഗമായി ഈ രാജ്യത്ത് ഈ 2 രംഗത്തുമുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അവിസ്മരണീയമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആരോഗ്യ മേഖലയിൽ ഉയർന്നു വന്നിട്ടുള്ള ലോകപ്രശസ്തമായിട്ടുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ലോകപ്രശസ്തമായിട്ടുള്ള സർവകലാശാലകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, ഇതൊക്കെ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും നിരവധി പ്രശ്നങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിരവധി പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ വളരെ വിശദമായി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നിപ്പോൾ ഇവിടെ തുടക്കം കുറിക്കുന്നത് ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു പരിപാടിക്കാണ് ഇന്ന് ബാങ്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ആ രോഗത്തിൻ്റെ മാരകമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചും ഭയാനകതയെക്കുറിച്ചും, ആ രോഗം വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിനും ഒക്കെ ഉണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള സംഘർഷത്തെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒന്നും ഇന്ന് സമൂഹത്തിനോട് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നിത്യേന കേൾക്കുകയും കാണുകയും അതൊക്കെയായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള സഹായങ്ങളും കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ആണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ രംഗത്ത് ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ മറ്റു പല സഹായങ്ങളും ഉണ്ടെങ്കിൽ പോലും അതൊക്കെ പരിമിതമാണ്. അപ്പോൾ തീർച്ചയായും അതുപോലെയുള്ള ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്ക്, മറ്റെല്ലാ രോഗങ്ങളും മാരകങ്ങളാണെങ്കിൽ പോലും അതിനെല്ലാം ഇന്ന് പ്രതിവിധിയും ചികിത്സയും ഒക്കെ ഒരു പരിധിവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ക്യാൻസറിനെ പ്രതിരോധിക്കുവാൻ അതിന് ഫലപ്രദമായിട്ടുള്ള ഒരു സംവിധാനം ഇപ്പോഴും നിലവിൽ വന്നിട്ടില്ല എന്നുള്ള ഏറ്റവും ദുഃഖകരമായ, ഖേദകരമായിട്ടുള്ളൊരു വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്, ചികിത്സാ രംഗത്തൊക്കെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. എന്തായാലും അത് ആ രോഗം വരുമ്പോൾ നമ്മളെ ഭയത്തിലേക്കും നിരാശയിലേക്കും അരാജകത്വത്തിലേക്കും ജീവിതം തന്നെ അവസാനിച്ചു എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടി ഏത് കോണിൽ നിന്ന് വരികയാണെങ്കിൽ അതിനെയെല്ലാം നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. നിരവധി പരിപാടികൾ ആ രംഗത്തുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെ ഇന്ന് നടക്കുന്ന പരിപാടി ബഹുമാന്യനായിട്ടുള്ള കേരളത്തിൽ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നിട്ടുള്ള ഏറ്റവും സ്നേഹിയായിട്ടുള്ള മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ നടത്തി മാതൃകാപരമായിട്ടുള്ള സമൂഹത്തിന് പ്രയോജനകരമായിട്ടുള്ള മനുഷ്യനോടുള്ള സ്നേഹവും കടപ്പാടും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുള്ള വീക്ഷണമുള്ള മനുഷ്യസ്നേഹിയായിട്ടുള്ളൊരു ഭരണാധികാരിയായിരുന്നു ശ്രീ MP രാഘവൻ എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ കാലിക്കറ്റ് സിറ്റി കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ ഇതിനുള്ള ഒരു ചർച്ചയും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നത്. എന്തായാലും വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് MVRൻ്റെ മരണത്തിന് ശേഷം
MV രാഘവൻ സ്മാരക ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു മാതൃകാ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയും അതിനെ ലോകോത്തരമായ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും ഒക്കെ അതിൻ്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രസിഡന്റ് വളരെ അറിയപ്പെടുന്ന വിജയകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് മലബാർ പ്രദേശത്തെ നമുക്ക് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ കാസർഗോഡ് മുതൽക്കുള്ള രോഗികൾക്ക് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അഭയം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലബാർ ഭാഗത്തൊരു ഇങ്ങനൊരു സ്ഥാപനം വരുമ്പോൾ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനം അവിടെ വന്നപ്പോൾ അത് വളരെയധികം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്. അപ്പോൾ അവരാണ് കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കാണ് ആ സ്ഥാപനം നടത്തി വരുന്നത്. MV രാഘവൻ സ്മാരക ഈ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി വരുന്നത്. അപ്പോൾ അവർ വെച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് വളരെ വിജയകരമായി നടക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. 15,000 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. നമുക്ക് 5 ലക്ഷത്തോളം രൂപ വരുന്ന ചികിത്സാ സഹായം ലഭ്യമാകുന്നു. അതിൻ്റെ വിശദവിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചതാണ്. അതിലംഗമാകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അംഗം എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ബാങ്കുകളിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഈ സ്ഥാപനത്തിലുമൊക്കെ നിക്ഷേപിക്കുന്നത് പോലെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ 15,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നാണ് അതിൻ്റെ ഒരു വ്യവസ്ഥ. അതെല്ലാം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും അറിഞ്ഞിടത്തോളം കൊണ്ട് അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ആ പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി, കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞോടത്തോളം അത് വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തുന്നത് നല്ലതാണ് എന്നുള്ള അഭിപ്രായം നമുക്കൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക. അത് നമ്മുടെ ജീവിതത്തിലൊരു ആശ്വാസമായി മാറട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന കാര്യത്തിലൊന്നും പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ല. വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ കൂടുതൽ ആ രംഗത്ത് കൂടുതൽ മികവുകൾ കാണിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അനുമോദിക്കേണ്ടതും സമൂഹത്തിൻ്റെ ഒരു ചുമതലയും ഉത്തരവാദിത്വമാണ്. ആ ചുമതലയും ഉത്തരവാദിത്വമാണ് പ്ലാക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഇവിടെ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ അനുമോദിക്കുന്നത്. തീർച്ചയായും ഈ സന്ദർഭത്തിൽ ഈ ബാങ്കിൻ്റെ പരിധിയിൽ വളരെ നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ഭാവിയിലും അതുപോലെയുള്ള നേട്ടങ്ങളും അംഗീകാരവും നിങ്ങൾക്കുണ്ടാകുവാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ 2 പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ തയ്യാറായി രംഗത്ത് നിന്നിട്ടുള്ള പ്ലാക്കോട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റിനെയും ഭരണസമിതികളെയും ഒക്കെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കും. ബഹുമാന്യായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ സന്തോഷ് ചെറിയാൻ, ഈ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി MK പൽപ്പജ, ശ്രീ വേണുഗോപാല മേനോൻ, ശ്രീ ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങൾ, ശ്രീ മാധവേട്ടൻ, പ്രിയപ്പെട്ട സഹകാരി സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, പ്ലാക്കോട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള 2 കാര്യങ്ങളെ സംബന്ധിച്ചാണ് എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ചവരെല്ലാവരും തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. ഈ ബാങ്കിൻ്റെ പരിധിയിൽ വരുന്ന SSLCക്കും +2-നും ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ് പ്രധാനമായും ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കാലിക്കറ്റ് സിറ്റി സഹകരണ ബാങ്കും
MVR ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ആഭിമുഖ്യത്തിൽ വളരെ ഫലപ്രദമായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന ക്യാൻസർ പ്രതിരോധ ചികിത്സയ്ക്ക് സാധാരണക്കാരെ സഹായിക്കുന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന മാസ് ക്യാൻസർ പ്രതിരോധ പദ്ധതിയുടെ ഒരു ലോഞ്ചിങ്ങും ഇന്നിവിടെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. 15,000 രൂപ നിക്ഷേപിക്കുന്ന ഒരു വ്യക്തിക്ക് നിർഭാഗ്യവശാൽ എന്തെങ്കിലും അസുഖം, പ്രത്യേകിച്ച് ക്യാൻസറിനെ പോലെയുള്ള മാരക അസുഖം ബാധിക്കുമ്പോൾ ഒക്കെ ഒരു സഹായഹസ്തം എന്ന രീതിയിലാണ് ഈ മാസ് ക്യാൻസർ കെയർ പദ്ധതി ഇവിടെ നടപ്പിലാക്കും. അതിന് ഈ പ്രദേശത്തുള്ള ജനങ്ങളെ അതിൽ സംബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങൾ അവരുടെ ഇടയിൽ എത്തിക്കുകയും ആ നിക്ഷേപ പദ്ധതിയിൽ പങ്കാളികളായി നമുക്ക് എന്തെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന, ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഉണ്ടാകുമ്പോൾ അതിന് പ്രതിരോധിക്കാനും അതിന് ചെറിയ സഹായം എന്ന രീതിയിലാണ് ആ പദ്ധതിയെ നമ്മൾ കാണേണ്ടത്. അത് ഈ പ്രദേശത്ത് ഉള്ള ആളുകളെ പരിചയപ്പെടുത്തുക, അതിലേക്ക് അവരെ വഴികാട്ടിയാവുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് പുലാക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഇപ്പോൾ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. അതെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ വർഷത്തെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ വിദ്യാർത്ഥിനികളെയും സഹായിക്കുകയും അവർക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാതര ഭൗതിക സാഹചര്യം ഒരുക്കുകയും ചെയ്ത രക്ഷിതാക്കളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങൾ വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത്, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വരാൻ പോകുന്ന ഭാവി ജീവിതത്തിൻ്റെ ഒരു തുടക്കത്തിന് നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു നല്ല ദിശ തിരഞ്ഞെടുക്കുന്നതിന് കിട്ടിയുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ശരിയായ ദിശയിൽ കൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അതനുസരിച്ച് ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള നമ്മുടെ നാടിനും വീടിനും ഒക്കെ പ്രയോജനകരമായിട്ടുള്ള ഒരു ഭാവി തലമുറയുടെ വക്താക്കളായി മാറാൻ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ നൽകുന്ന ഈ ആദരവ് പ്രയോജനപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. 2 വാക്കുകൊണ്ട് സംസാരിച്ച് തീർക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. തുടങ്ങിയപ്പോൾ തന്നെ കുറേ സമയമായി. ഇനി ഇത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ വളരെ വിശദമായി സംസാരിക്കുന്നില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന പല വിദ്യാർത്ഥികളും എന്നെ നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും. പക്ഷേ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഇന്നലെ ചേലക്കര ശ്രീമൂലം നിന്ന ഹൈസ്കൂളിൽ നിന്നും ഒരു പരിപാടി കഴിഞ്ഞ് ഞാൻ പോരുമ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് കൈ പിടിച്ച് പറഞ്ഞു, മെമ്പറെ, ഞാൻ ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തുട്ടോ. കിടക്കാൻ പോകുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരു ഉമ്മ കൊടുത്തിട്ടാണ് ഞാൻ പോയി കിടന്നത്. ഞാൻ മെമ്പർ പറഞ്ഞതുമാതിരി ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നന്നായി പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, മക്കൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അവരാവശ്യപ്പെടുന്ന കമ്മലായാലും പൊട്ടായാലും ഉടുപ്പായാലും പുസ്തകമായാലും കുടയായാലും എന്തും അമ്മ പണിയെടുത്ത് അല്ലെങ്കിൽ കടം മേടിച്ച് അല്ലെങ്കിൽ വായ്പയെടുത്ത് ഒക്കെ നിങ്ങൾക്ക് മേടിച്ചു കൊണ്ടുവന്ന് തരുമ്പോൾ അതെങ്ങനെയാണ് ഇത് തരുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പോലും ഒരു പക്ഷേ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറില്ല. അവർ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പലപ്പോഴും മറക്കാറുണ്ട്. മറക്കുകയല്ല, വേണം എന്നുണ്ടെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള സമയക്കുറവ് അവർക്കുണ്ട്. ആയതുകൊണ്ട് ആ കുടുംബ ബന്ധങ്ങളിൽ വളരെ വിള്ളലുകളുണ്ട്. അവർ സ്നേഹം തേടി പുറത്തു പോകുന്നൊരു സാഹചര്യമുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്
എൻ്റെ മകൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് ഞാനാണ്. എൻ്റെ ടി ഗോപാലകൃഷ്ണനാണ് എൻ്റെ മകൻ്റെ സുഹൃത്ത്. അതിനും ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷമുണ്ടായ നിമിഷം ഞാൻ LF ഗവൺമെൻറ്റിൽ സംസാരിച്ചു വിദ്യാർത്ഥികളോട്. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എൻ്റെ മകനാണ്, എൻ്റെ മകൻ വിഷ്ണുവാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ അതേ ദിവസം ഇടുക്കിയിൽ എൻ്റെ മകൻ ഒരു വിദ്യാലയത്തിൽ പോയി അവിടെ പറയുന്നു, എൻ്റെ മകൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്ത് എൻ്റെ അച്ഛൻ ടി ഗോപാലകൃഷ്ണനാണ്. വൈകുന്നേരം ഒരു 10:30 മണിക്ക് മകൻ വിളിച്ചപ്പോൾ, അച്ഛാ ഞാൻ ഇന്ന് സ്കൂളിൽ പോയിരുന്നു, ഞാൻ ഇങ്ങനെ സംസാരിച്ചു എന്ന് മകൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഒരു പിതാവ് എന്ന നിലയിൽ ഏറ്റവും ആനന്ദത്തിലായിരുന്നു ഞാൻ. അപ്പം നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ അവരൊരു സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ചേലക്കര ടൗണിൽ പോയി നിന്നാൽ 3 വഴികളുണ്ട്. ഒന്ന് പോലീസ് സ്റ്റേഷൻ വഴിക്ക് പോവാം, അല്ലെങ്കിൽ LFലേക്ക് വരാം, അല്ലെങ്കിൽ SMT സ്കൂളിൻ്റെ, അങ്ങനെ പലതരം വഴികളുണ്ട്. ഏത് വഴി തിരഞ്ഞെടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതുപോലെ തന്നെ നല്ല നല്ല സ്വപ്നങ്ങൾ കാണണം. ആ സ്വപ്നങ്ങളിലേക്ക് ഒപ്റ്റിമിസ്റ്റിക്കായി ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയുള്ള യാത്ര നിങ്ങൾ നടത്തണം. എങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയും എന്ന് പ്രപഞ്ചശക്തി തെളിയിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും വലിയ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നാളത്തെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വില പറയാൻ കഴിയാത്ത വലിയ സമ്പത്താണ്, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ. തലതിരിഞ്ഞ് പോകാതെ നേർവഴിയിൽ ചിന്തിച്ച് നടന്ന് നല്ല നിലയിൽ എത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. കൃഷ്ണ MR, സൺ ഓഫ് രാധാകൃഷ്ണൻ, മേലേതിൽ SSLC സ്റ്റുഡൻ്റാണ്. ആര്യകൃഷ്ണ T, ഡോക്ടർ ഓഫ് ഉണ്ണികൃഷ്ണൻ, തുമ്പറമ്പിൽ. വിജയശ്രീ KV, ഡോക്ടർ ഓഫ് സജിത, കാഞ്ഞിരങ്ങാട്ടിൽ. മുഹമ്മദ് സഹൽ LA, സൺ ഓഫ് അബ്ബാസ് അബ്ദുറഹ്മാൻ, വട്ടപ്പറമ്പിൽ. അല്ല KN, ഡോക്ടർ ഓഫ് നസറുദ്ദീൻ, കറുപ്പം വീട്ടിൽ. നിത KN. ടീന മരിയ ബിനോയ്. മുഹമ്മദ് വാഫിഖ് KM, സൺ ഓഫ് മുഹമ്മദ് ഷെഫീഖ് PM, പഴിക്കശ്ശേരി. അദ്വൈത് പ്രകാശ്, സൺ ഓഫ് പ്രകാശ്, പന്നിപ്പടത്ത്. ജലീന ബിജു, ഡോക്ടർ ഓഫ് ബിജു, ചൂളായിക്കോട്ടെ. ജലീന ബിജു. ആദിൽ റഹ്മാൻ, സൺ ഓഫ് ഹബീബ് റഹ്മാൻ, മുല്ലയ്ക്കൽ. മുഹമ്മദ് ഹുസൈൻ, സൺ ഓഫ് അബ്ദുൽ സലാം, തെക്കക്കളത്തിൽ. ആദിൽ റഷീദ്, സൺ ഓഫ് റഷീദ് PM, പള്ളത്ത്. അലീന എബി, സൺ ഡോക്ടർ ഓഫ് എബി സെറിയ, നമ്പേരി. നിയ ചന്ദ്രൻ, ഡോക്ടർ ഓഫ് ചന്ദ്രൻ, പുത്തൻപുരയ്ക്കൽ. ആദിത്യ CS, ഡോക്ടർ ഓഫ് സുരേഷ്, ചാഴിയോട്ടിൽ. മുഹമ്മദ് റാഫി US, സൺ ഓഫ് ഷെനീർ, ഉണ്ണിക്കാട്ടുകള. നജ ഫാത്തിമ, ഡോക്ടർ ഓഫ് റസിയ, തോട്ടത്തിൽ.
പൂജ AS, ഡോക്ടർ ഓഫ് സുനേഷ് രണ്ടങ്കാവ്. അലീന ജോജി, ഡോക്ടർ ഓഫ് ജോജി ജെയിംസ് വിത്തുവട്ടിക്കൽ. അലീന ജോജി. ആര്യ ബേസിൽ. അന്നമരിയ TK, അതുല്ലാൻ TK, സൺ ഓഫ് കൃഷ്ണകുമാർ കാച്ചിൻറായി. അതുല്ലാൻ TK. പ്രാർത്ഥന AR, ഡോക്ടർ ഓഫ് രാജേഷ് ആശാരിപ്പുര. സഞ്ജന MS, ഡോക്ടർ ഓഫ് സജികുമാർ മാനാമ്പോട്ടെ. സഞ്ജയ് MS, ഡോക്ടർ ഓഫ് സജികുമാർ, സൺ ഓഫ് സജികുമാർ മാനാമ്പോട്ട്. ഓന PN, ഡോക്ടർ ഓഫ് നാരായണൻകുട്ടി പടിഞ്ഞാറേത്തുരയ്ക്കൽ. അതുൽ കൃഷ്ണ TV, സൺ ഓഫ് വാസുദേവൻ തെക്കേക്കര. ക്രിസ്റ്റ MS, ഡോക്ടർ ഓഫ് ഷിബു മാനാമോട്ട്. ജോയൽ ഷിൻഡോ, സൺ ഓഫ് ഷിൻഡോ പുതുശ്ശേരി. അൻഷിഫ് നൗഷാദ്, സൺ ഓഫ് നൗഷാദ് ചാത്തൻകുട്ടി. അബ്ദുലാദിൽ MA, സൺ ഓഫ് അബൂബക്കർ സിദ്ദിഖ് മോടംപറമ്പിൽ. അനയ PR, ഡോക്ടർ ഓഫ് രാജേഷ് പന്നിപ്പണത്ത്. മുഹമ്മദ് സാദ്. അനഘ K, ഡോക്ടർ ഓഫ് ഉണ്ണികൃഷ്ണൻ കൊട്ടാഴിയിൽ. ആരോമൽ NB, സൺ ഓഫ് വിനോദ് റാണങ്ങാട്ടിൽ. അസ്മിയ PM, ഡോക്ടർ ഓഫ് മുഹമ്മദ് ആരിഫ് പന്തൽപ്പറമ്പിൽ. ഹന ഫാത്തിമ, ഡോക്ടർ ഓഫ് ജസ്ന ചങ്ങരത്തുകള. ആർദ്ര KS, ഡോക്ടർ ആദിദേവ് S, സൺ ഓഫ് സുനിൽ കുമാർ കൊടക്കുഴി. അനുഷാദി ലക്ഷ്മണൻ വടക്കേക്കര. ഇനി +2 സ്റ്റുഡൻസ് ആണ്. കാലാപ്പറമ്പിൽ. ഏഞ്ചൽ KS, ശ്രേയ MS, ഡോക്ടർ ഓഫ് സിസ്ന TA, ഡോക്ടർ ഓഫ് അഹമ്മദ് ഷെറീഫ് കോട്ടയക്കോട്ട് പിടികി. അഖില PV, ഡോക്ടർ ഓഫ് രതി പ്രാണങ്ങാട്ടി. ക്രിസ്റ്റി ഷിൻഡോ, ഡോക്ടർ ഓഫ് ഷിൻഡോ പുതുശ്ശേരി. വിജയദുർഗ, ഡോക്ടർ ഓഫ് വേണുഗോപാലൻ കുണ്ടുകാട്ട് പറമ്പിൽ. ഹസ്ന KY. കാവ്യകൃഷ്ണ T, ഡോക്ടർ ഓഫ് രാധാകൃഷ്ണൻ തെക്കേതിൽ. സൺ ഓഫ് ഉണ്ണികൃഷ്ണൻ തെക്കേതിൽ.
ഇനി നമ്മുടെ പുലാക്കോട് യോഗാധ്യക്ഷൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇതിലെല്ലാവരും ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നവരാണ് ഇവിടെയൊക്കെ ഉള്ളത്. അതുകൊണ്ട് ആരുടെ പേരോ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. എനിക്ക് 1-2 കാര്യങ്ങൾ മാത്രമേ കുട്ടികളോട് പറയാനുള്ളൂ. ഈ ബാങ്ക് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള പരിപാടി വിജയിക്കാൻ സഹായകമാവുക ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഈ പരിപാടിയുടെ ഗുണഫലങ്ങളെക്കുറിച്ച് നാട്ടുകാരോട് പറയുമ്പോഴാണ്. അതിന് നിങ്ങൾ തയ്യാറാവണമെന്ന് ഒരു കാര്യം. രണ്ടാമത്തേത്, നിങ്ങൾ ഓരോരുത്തരും ധരിച്ചു വെക്കേണ്ടത് ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഒരുത്തനെയെങ്കിലും കണ്ടുപിടിച്ച് അവനെ തിരുത്താൻ കഴിഞ്ഞാൽ അതായിരിക്കണം നിങ്ങളുടെ ജീവിത ലക്ഷ്യം. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾക്ക് ഇവിടെ പലരും ഇതായി വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. സമയം ഒരുപാട് വൈകി. നമ്മുടെ അധ്യക്ഷനാണെങ്കിൽ അടുത്ത യോഗത്തിൽ എത്താത്തതിന് 15 ഫോൺ കോൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ഒരുക്കി തന്ന സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദനങ്ങളും സന്തോഷവും അറിയിച്ചിരിക്കുകയാണ്. അവരുടെ ഭാവി ജീവിതത്തിലെ ഓരോ പ്രയാണങ്ങളും ഏറ്റവും അനുഗ്രഹപ്രദവും സന്തോഷകരവുമായി ഭവിക്കട്ടെ എന്നവർ ആശംസകൾ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാന ഇനമായ നന്ദി പ്രകാശനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ ബാങ്കിൻ്റെ ഭരണസമിതി അംഗവും കേരള കോഓപ്പറേറ്റീവ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമിതി അംഗവും കൂടിയായിരിക്കുന്ന പ്രിയപ്പെട്ട ജോസഫ് ചേട്ടനെ ഞാൻ ഈ ചടങ്ങിന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു, ഈ ചടങ്ങിൽ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇവിടെ സന്നിഹിതരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ എല്ലാവരെയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരെയും ഒരിക്കൽ കൂടി ബാങ്കിൻ്റെ പേരിലുള്ള ഹൃദയപൂർവമായ സന്തോഷവും സ്നേഹാദരവും അറിയിക്കുകയാണ്. നന്ദി പ്രകാശനത്തിലേക്ക് ജോസഫ് ചേട്ടനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഈ ബാങ്കിൻ്റെ പ്രസിഡൻറ്റുമായ സന്തോഷ് ചെറിയാൻ, ഈ മാസ് കെയറിൻ്റെ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ സംയുക്തമായി നടപ്പിൽ വരുത്തിയ ഈ പോളിസിയുടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ MK പ്രേമജം അവറുകൾ, ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ സാരഥി എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിക്കുകയും ഇപ്പോൾ തോന്നൂർക്കര സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടറുമായ വേണുഗോപാല മേനോൻ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ സദസ്സിനെ ധന്യമാക്കി തീർത്ത തൽപ്പള്ളി കാർഷിക വികസന സഹകരണ സംഘം പ്രസിഡന്റ് TN കൃഷ്ണൻ, അതുപോലെ തന്നെ ചേലക്കര മൾട്ടിപർപ്പസിൻ്റെ പ്രസിഡന്റ് പ്രതിനിധി ഗിരിജ വല്ലവൻ, ഹെയർ പർച്ചേസിൻ്റെ പ്രസിഡന്റ് ദിനേഷ്, പിന്നെ ഈ വേദിയിൽ സന്നിധനായിരിക്കുന്ന പ്രിയപ്പെട്ട ചേലക്കര പഞ്ചായത്തിൻ്റെ 21-ാം വാർഡിൻ്റെ പ്രതിനിധിയായ കേശവൻകുട്ടി, MJ ആടുപാറ, ഈ ബാങ്കിൻ്റെ മുൻ ഡയറക്ടറുമായ PA അച്ചൻകുഞ്ഞ്, അബൂബക്കർ സിദ്ദിഖ്, അതുപോലെ തന്നെ ഈ ബാങ്കിൻ്റെ അതിർത്തിയിൽപ്പെട്ട പാടശേഖര സമിതിയുടെ പ്രസിഡന്റുമാരായ U രാമചന്ദ്രൻ, കൃഷ്ണൻകുട്ടി, കുമാരൻ പാലത്തിങ്കൽ, പിന്നെ ഈ വേദിയെ സമ്പുഷ്ടമാക്കി തീർത്തി തന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അവരുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഈ സംഘത്തിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അംഗങ്ങളെ, ഇങ്ങനെയൊരു പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുന്നതിന് ഞങ്ങളുള്ള ഭരണസമിതി ആലോചിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനെക്കുറിച്ച് സവിസ്തരം പഠിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ്
ഇന്ന് ഇങ്ങനെയൊരു യോഗം കൂടി ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞത്. കാലാവസ്ഥയുടെ ദുരിതം അനുഭവിച്ചും ഈ വേദി ഇത്ര ഭംഗിയാക്കി തീർക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്റ്റേജിലുള്ള എല്ലാവരെയും, അതുപോലെ വിശേഷിച്ച് എല്ലാ നാട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.